പ്രൈസ് ഗോഡ്. എല്ലാ മഹത്വവും ദൈവത്തിന്. ജൂലൈ 5-ാം തീയതി ജപ്പാനിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടാകുന്ന പറഞ്ഞിട്ടൊരു പ്രവചനം ഉണ്ടായിരുന്നു. അത് സംഭവിച്ചില്ല. അപ്പോൾ അതിന് കുറേ ആൾക്കാർ കളിയാക്കി, കുറേ ആൾക്കാർ തെറ്റായ പ്രവചനം, അങ്ങനെ കുറേ ചർച്ചകളുണ്ടായിരുന്നു. കുറേ നഷ്ടങ്ങൾ, കണക്കാത്ത കാര്യങ്ങൾ സഭയിൽ ഇപ്പോൾ ഈ ഞായറാഴ്ച അതിനെക്കുറിച്ച് പ്രസംഗത്തിൽ അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. എനിക്ക് കിട്ടിയ ചെറിയൊരു ബോധ്യം ഞാൻ പറയാം. പ്രവചനങ്ങൾ രണ്ട് തരമുണ്ട്. അത് തെറ്റായ പ്രവചനമുണ്ട്, ശരിയായ പ്രവചനമുണ്ട്. പിശാചിൽ നിന്നും പ്രവചനം വരും, ദൈവത്തിൽ നിന്നും പ്രവചനം വരും. ചിലപ്പോൾ ചില പ്രവചനങ്ങൾ നമ്മൾ മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവൻ അറിഞ്ഞൊരു കാര്യമാണ്. അത് കുറേ ആൾക്കാർ അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും, സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചിലപ്പോൾ നടക്കാതെ വരും. അങ്ങനെ ചിലപ്പോൾ ഈ ഒരു പ്രവചനം നടക്കാതിരിക്കാൻ കാരണം ചിലപ്പോൾ അനേകം ആളുകൾ അങ്ങനെ ഉണ്ടാകുന്നൊരു വലിയ ദുരന്തം മൂലം മരിക്കാനിടയായാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ അറിയുന്നതുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇത് കേട്ടുള്ള ആൾക്കാർ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് മാറിപ്പോയതായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റായ പ്രവചനം, പിശാച് കിടക്കുന്ന പ്രവചനമായിരിക്കാം. എന്ത് തന്നെയായാലും എനിക്ക് കിട്ടിയൊരു ചെറിയ ബോധ്യം വെച്ചിട്ട് ഞാൻ പറയുന്നത്, ഇത് പിശാച് ചെയ്യാൻ വിചാരിച്ചിരുന്നൊരു പണിയായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അനേകം ആത്മാക്കൾ എടുക്കാൻ വേണ്ടി ഇപ്പോൾ ഈശോയുടെ ഈ 2ാം വരവിന് മുമ്പുള്ള ഈ അല്പം വർഷങ്ങളിൽ, ഈ വരാൻ പോകുന്ന വർഷങ്ങളിൽ നല്ല രീതിയിലുള്ള പണിയെടുക്കുവാൻ അവൻ്റെ സങ്കേതത്തിലേക്ക്, നരകത്തിലേക്ക് ആളെ കൂട്ടുന്നതിനായിട്ട്, ആത്മാക്കളെ കൂട്ടുന്നതിനായിട്ട്. അപ്പോൾ ഈ പ്രവചനം കേട്ട് കുറേ ആൾക്കാർ പ്രാർത്ഥിച്ചു, കുറേ ആൾക്കാർ ഒരുങ്ങിയിരുന്നു, കുറേ ആൾക്കാർ ആ സ്ഥലങ്ങളിൽ നിന്നെല്ലാം മാറിപ്പോയി. അപ്പോൾ അവൻ വിചാരിച്ച അത്ര ടാർജറ്റ് അവന് എടുക്കാൻ പറ്റില്ല എന്ന് പൂർണ്ണമായി ബോധ്യമായപ്പോൾ ആ പ്ലാൻ തൽക്കാലത്തേക്ക് മരവിപ്പിച്ചു വിട്ടിട്ടുള്ള എന്ന് എനിക്ക് തോന്നുന്നത്. അതായത് വളരെ സമീപ ഭാവിയിൽ തന്നെ ഇത്തരം ദുരന്തങ്ങൾ ആ പ്രദേശത്ത് തന്നെ ഉണ്ടായി. എവിടെയൊക്കെ തിന്മ വർദ്ധിക്കുന്നു ആ പ്രദേശങ്ങളെല്ലാം ശക്തമായ പ്രകൃതിക്ഷോഭങ്ങളുണ്ടായിട്ട് അവിടെ ദുരന്തങ്ങളുണ്ടായി ആത്മാക്കളെ നിത്യനരകത്തിലേക്ക് അവൻ കൊണ്ടുപോകും. അപ്പം എല്ലാവരും ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കരുണയുടെ അവസാന മണിക്കൂർ എന്ന പുസ്തകത്തിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, ഒരാൾ പോലും നരകത്തിൽ പിശാചുക്കളായിട്ടില്ല, മനുഷ്യൻ്റെ ആത്മാവ് മാത്രമേ ഇപ്പോഴുള്ളൂ. അവസാന യുദ്ധത്തിനായി, അന്തിമ യുദ്ധത്തിനായി എല്ലാ പിശാചുക്കളും, ലൂസിഫറും അവൻ്റെ സംഘങ്ങളും മുഴുവൻ നിത്യനരകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ്. മനുഷ്യനോട് യുദ്ധം ചെയ്ത് അവൻ്റെ ആത്മാക്കളെ മോഷ്ടിച്ച് നരകത്തെ കൊണ്ടുപോകാൻ. അപ്പം എല്ലാവരും ശക്തമായി പ്രാർത്ഥിക്കുക. അവൻ്റെ എല്ലാ പ്ലാനുകളും നിർവീര്യമായി നിത്യനരകത്തിലേക്ക് അവനെ ആട്ടിപ്പായിക്കാൻ വേണ്ടി ഈശോയുടെ നാമം വിളിച്ച്, വേറൊരു നാമവും ഇല്ല, ഈശോയുടെ നാമം മാത്രം വിളിച്ച് അപേക്ഷിച്ച് ഈ സാത്താൻ്റെ സന്തതികളെ നിത്യനരകത്തിലേക്ക് ആട്ടിപ്പായിക്കുക. എല്ലാവരും ബന്ധന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുക. ദൈവനാമം, യേശുനാമം മഹത്വപ്പെടട്ടെ. യേശു രാജാവായി ഭരിക്കാൻ നമ്മൾ എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു.